സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്പിൽ മനുഷ്യ ശരീരത്തിന് നേരിടാൻ കഴിയാത്ത വിധം തീവ്രമായ ചൂടിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 20 വർഷത്തിനിടെ 30% മരണങ്ങൾ ഉയർന്ന സൂര്യതാപം മൂലം യൂറോപ്പിൽ സംഭവിക്കുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് മോണിറ്ററിംഗ് സർവീസും ലോക കാലാവസ്ഥാ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നത് അതികഠിനമായ സൂര്യതാപം തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്കും പ്രായമായവർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുള്ളവർക്കും പ്രത്യേക ആരോഗ്യ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ്. കോപ്പർനിക്കസും WMOയും റിപ്പോർട്ടിൽ 2023 ദക്ഷിണ യൂറോപ്പിന്റെ പകുതിയോളവും 41% ഇടങ്ങളും വളരെ ശക്തവും അല്ലെങ്കിൽ തീവ്രവുമായ താപസമ്മർദ്ദം നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. AFP റിപ്പോർട്ടുകൾ പ്രകാരം ചരിത്രത്തിൽ തന്നെ ഏറ്റവും അസഹനീയമായ ചൂടനുഭവിച്ച ദിനങ്ങളായിരുന്നു അത്. ഹോൾഡ് യൂറോപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ ചൂടാകുന്ന ഭൂഖണ്ഡമാണ്. എന്നാൽ റെക്കോർഡുകൾ അനുസരിച്ച് യൂറോപ്പിലെ ഏറ്റവും ചൂടേറിയ സമയം കഴിഞ്ഞ വർഷമായിരുന്നു. കൂടാതെ 2023 ജൂലൈയിൽ ഇറ്റലിയുടെ ചില ഭാഗങ്ങളിലുണ്ടായ മരണങ്ങളിൽ 7% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ പട്ടണമായ ലോഡിയിൽ റോഡ് മാർക്കിംഗ് പെയിന്റ് ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ച 44-കാരനായ ഒരാൾ ഉൾപ്പെട്ടിരുന്നു. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ഗ്രീസ് എന്നീ രാജ്യങ്ങളുടെ ചില ഭാഗങ്ങൾ 10 ദിവസം വരെ കടുത്ത ചൂട് അനുഭവപ്പെട്ടു. AFP റിപ്പോർട്ട് അനുസരിച്ച് ഇത് 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയെന്ന് പറയുന്നു. അതിനാൽ ഈ സമയത്ത് ഹീറ്റ് സ്ട്രോക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഹരിതഗൃഹ വാതക ഉദ്വമനമാണ് കൊടും ചൂടിന് കാരണമാകുന്നത്. ഇതിനൊപ്പം എൽ നിനോ പ്രതിഭാസവും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കോപ്പർനിക്കസ് ക്ലൈമറ്റ് മോണിറ്ററിംഗ് സർവീസിന്റെ ഡയറക്ടർ കാർലോ ബ്യൂട്ടംബോ പറഞ്ഞത് പ്രകാരം 2023 ചില സംഭവങ്ങൾ അവയുടെ തീവ്രത, വേഗത, വ്യാപ്തി, ദൈർഘ്യം എന്നിവ കാരണം ശാസ്ത്ര സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ മാസം യൂറോപ്യൻ യൂണിയന്റെ പരിസ്ഥിതി ഏജൻസി കാലാവസ്ഥാ വ്യതിയാനത്തിന് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ തയ്യാറാക്കാൻ ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുകയും അതികഠിനമായ ചൂടിൽ നിന്ന് ഔട്ട്ഡോർ തൊഴിലാളികളെ സംരക്ഷിക്കാൻ നിയമങ്ങൾ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്.